രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ സൈബർ അധിക്ഷേപം നടത്തിയ കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം ചില വസ്തുക്കളൊക്കെ അവർ പിടിച്ചെടുത്തു. അദ്ദേഹത്തിന് അവസാനം കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തത്. പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് രാഹുൽ ഈശ്വറെ മാറ്റി. ജയിലിൽ അദ്ദേഹം നിരാഹാരം ഇരിക്കുമെന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ സ്റ്റോറി ഒന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് ഇനിയും വീഡിയോകൾ ചെയ്യുമെന്നായിരുന്നു തെളിവെടുപ്പിനിടെയുള്ള രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. നിർത്തില്ല. ഗാന്ധി സുരേഷ് നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ ശക്തമായ റിമാൻഡ് റിപ്പോർട്ടാണ് പോലീസ് ഹാജരാക്കിയത്. രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്നും ചിത്രങ്ങളും വിവരങ്ങളും പ്രചരിപ്പിച്ച് അപമാനിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ട്. ഹാജരാകാനുള്ള നോട്ടീസ് കൈപ്പറ്റിയില്ലെന്നും ലാപ്ടോപ്പ് ഉൾപ്പെടെ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തി. അറസ്റ്റ് നിയമപരമല്ലെന്നായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ പ്രതി സമാന കുറ്റകൃത്യം മുൻപും ചെയ്തിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ തിരിച്ചടിച്ചു. അതിജീവിതയെ അപമാനിക്കാൻ ശ്രമിക്കുമെന്നും തെളിവെടുപ്പും കസ്റ്റഡിയും വേണമെന്നും ജാമ്യത്തെ എതിർത്ത് പ്രോസിക്യൂഷൻ വാദിച്ചു. കേസന്വേഷണം തുടക്കഘട്ടത്തിലായതിനാൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷിച്ച് കോടതി ജാമ്യാപേക്ഷ തള്ളി. പൂജപ്പുര ജില്ലാ ജയിലിൽ നിരാഹാരമിരിക്കുമെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. ഞാൻ ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. പച്ചക്കള്ളമാണ് ഈ കേസ്. ഹാജരാകാനുള്ള നോട്ടീസ് കൈപ്പറ്റിയില്ല എന്നത് പോലീസിന്റെ വ്യാജവാദമാണെന്ന് രാഹുലിന്റെ ഭാര്യ ദീപ. കള്ളമാണത്. ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റ് കേസിന്റെ മറ്റ് വിശദാംശങ്ങൾ ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നുവെങ്കിൽ ഇത് എനിക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അത് പച്ച കള്ളമാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും കള്ളമാണ് അത്. നമുക്ക് ഒരു നോട്ടീസും തരാതെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോവായിരുന്നു. ജാമ്യത്തിനായി മേൽക്കോടതിയെ സമീപിക്കാനാണ് രാഹുൽ ഈശ്വറിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.